ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ എല്ലാവരും ഇവിടെ ഇരിക്കുന്നു, അല്ല മുൻഭാഗത്തേക്ക് ഇരിക്കാതെ സൈഡിലേക്ക് ഇരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ ചോദിച്ചാൽ, എടുത്തിരിക്കാന്നല്ല ഉദ്ദേശിച്ചത്. നടുഭാഗത്ത് ആരും ഉണ്ടാവില്ല, അതുപോലെ കഷണ്ടിയുള്ള തല പോലെ രണ്ട് സൈഡിൽ മാത്രമായിട്ടാണ് ആൾക്കാർ എപ്പോഴും ഇരിക്കുന്നത്. ഒന്നുകൂടെ വട്ടം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും AC എന്താ കാരണമൊക്കെ അറിയില്ല. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ കഴിഞ്ഞ ബാബ് നമ്മൾ വായിച്ചു. ഖൗഫുമായി ബന്ധപ്പെട്ടിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഭയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭയം നിർബന്ധമാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ വേറൊന്നിനെയും ഭയപ്പെടാൻ പാടില്ല. അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയോ ഒന്നിനെയും ഭയപ്പെടാൻ പാടില്ല. അടുത്ത ബാബ് ഖൗലില്ലാഹി തആല വഅലല്ലാഹി ഫതവക്കലൂ ഇൻ കുൻതും മുഅ്മിനീൻ. സൂറത്തുൽ മാഇദയിലെ 23-ാമത്തെ ആയത്താണ്. ആ ആയത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിൽ പരാമർശിച്ചിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഈ ബാബിൽ പറയുന്നത്. ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅലല്ലാഹി ഫതവക്കലൂ, അല്ലാഹുവിനു മേൽ നിങ്ങൾ ഭരമേൽപ്പിക്കുക. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഈ ആയത്ത് ഖുർആനിൽ പരാമർശിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ, മൂസാ നബി അലൈഹി ഇസ്ലാമിനോടും അതുപോലെ തന്നെ മിസ്രിൽ നിന്ന് ഫിർഔന്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിട്ടുള്ള വിശ്വാസികളോടും അർദുൽ മുഖദ്ദസ അഥവാ ബൈത്തുൽ മഖ്ദിസിന്റെ പരിസരത്ത്, അഥവാ ഇന്നത്തെ ഫലസ്തീൻ എന്ന് പറയുന്ന അവിടെ ആ പ്രദേശത്ത് താമസിക്കാൻ വേണ്ടി അല്ലാഹു തആല അവരോട് പറയുകയും അങ്ങോട്ട് ചെല്ലാൻ പറയുകയും ചെയ്തു. പക്ഷെ അങ്ങോട്ട് പ്രവേശിക്കുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ ഇവരെക്കാൾ ശക്തരും അതുപോലെ തന്നെ ജബ്ബാരിങ്ങളാണ്, ഇവരെക്കാൾ കൂടുതൽ കഴിവുമുള്ള ആളുകളാണ്. അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ പ്രവേശിക്കും, ഇവർ മാറിയാലല്ലാതെ പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന നിലക്ക് ആളുകൾ പറയുകയുണ്ടായി. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമും ഹാറൂൻ നബിയും ഈ കൂട്ടരോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അവിടേക്ക് പ്രവേശിക്കുക. അത് പറഞ്ഞതിന് ശേഷം അവസാനത്തിൽ പറയുന്ന വാക്കാണിത്, വഅലല്ലാഹി, അല്ലാഹുവിന് മേൽ ഫതവക്കലൂ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ഭരമേൽപ്പിക്കുക. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. ഈ ആയത്തിൽ അറബി ഭാഷയിൽ ആമിൽ മഅ്മൂൽ എന്ന് പറയും. ഇതിൽ യഥാർത്ഥത്തിൽ ആമിൽ ഫതവക്കലൂ എന്നുള്ള ഫിഅലാണ്, അതിന്റെ മഅ്മൂലാണ് അലല്ലാഹ് എന്നുള്ളത്. സാധാരണ ഫതവക്കലൂ അലല്ലാഹ് എന്നാണ് ഭാഷയുടെ അടിസ്ഥാന നിയമപ്രകാരം പറയേണ്ടത്. എന്നാൽ മഅ്മൂലിനെ ആമിലിനെ മുന്തിക്കുക അഥവാ അലല്ലാഹ് എന്നുള്ളത് ഫതവക്കലു എന്നതിന് മുമ്പേ കൊടുക്കുന്നത് അതിന്റെ പ്രാധാന്യത്തെ, അതിന്റെ ഗൗരവത്തെ അല്ലാഹുവിലാണ് നിങ്ങൾ ഭരമേൽപ്പിക്കേണ്ടത് എന്ന് ആഴത്തിൽ അറിയിക്കാനാണ് അങ്ങനെ അറബി ഭാഷയിൽ ഉപയോഗിക്കാറുള്ളത്. വഅലല്ലാഹി ഫതവക്കലു, അല്ലാഹുവിന്റെ മേലാണ്, അല്ലാഹുവിന്റെ മേൽ മാത്രമാണ്, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ മേൽ നിങ്ങൾ ഫതവക്കലു, നിങ്ങൾ ഭരമേൽപ്പിക്കണം. ഇൻ കുൻതും മുഅ്മിനീൻ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിബന്ധന പോലെ അവിടെ പറയുകയാണ്, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഈമാനുള്ള ആളുകളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കണം. അപ്പോൾ ഈ ആയത്തിൽ ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ഈമാൻ നിർബന്ധമാക്കുന്ന അല്ലെങ്കിൽ ഈമാനിന്റെ മുഖ്തളയിൽ ഒന്നാണ് തവക്കുൽ എന്നുള്ളത്. തവക്കുൽ എന്നുള്ളത് ഈമാനിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യമാണ്.
പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ ഈമാൻ കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അവന്റെ തവക്കുലിനെ പരിശോധിച്ചാൽ മതിയെന്ന്. അതുപോലെ തന്നെ തൗഹീദിന്റെ പകുതിയാണ് തവക്കുൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് തെളിവുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു അത് ഇബാദത്തിനെ അറിയിക്കുന്നതാണ്. തൗഹീദിന്റെ നമ്മളും തമ്മിലുള്ള കരാറും ഈ വാക്കാണ്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നാണ്. ഇത് അറിയിക്കാനും ഇതിന്റെ ആശയങ്ങളെ വിശദീകരിക്കാനുമാണ് ഖുർആനിലെ മറ്റെല്ലാം ഉള്ളത്. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ മുൻപ് ഇറങ്ങിയിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളുടെയും ആശയം അതെന്താണോ അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം അത് ഖുർആനിലുണ്ട്. ഖുർആനിൽ എന്തിനെ പറ്റിയാണോ പരാമർശിക്കുന്നത് അല്ലെങ്കിൽ എന്തിലേക്കാണോ നയിക്കുന്നത് അതിന്റെ ആകെത്തുക സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. സൂറത്തുൽ ഫാത്തിഹയുടെ ആശയം എന്നുള്ളതും കാമ്പ് എന്നുള്ളതും ഈ ആയത്താണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. തൗഹീദിന്റെ രണ്ടിനങ്ങളും അഥവാ ഇൽമിയായിട്ടുള്ള വശവും അമലിയായിട്ടുള്ള അറിയേണ്ടതായ വശവും കർമ്മം ചെയ്യേണ്ട വശവും ഈ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള ആയത്തിനുണ്ട്. അതിൽ ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്, നമ്മൾ ഇബാദത്ത് ചെയ്യുന്നതാണ്, അള്ളാഹുവിനെ ആരാധിക്കുന്നതാണ്. ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അത് തവക്കുലാണ്, അത് അള്ളാഹുവിനെ ബരമേൽപ്പിക്കുന്നതിനെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് വാക്കിൽ നിൽക്കുന്ന അഥവാ ഇയ്യാക നഅ്ബുദുവിന്റെ സ്ഥാനത്തും ഇയ്യാക നസ്തഈന്റെ സ്ഥാനത്ത് നിൽക്കുന്ന രണ്ട് വാക്കുകളാണ് ഇയ്യാക നഅ്ബുദു എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും ഇയ്യാക നസ്തഈൻ എന്നുള്ളിടത്ത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളതും. അപ്പോൾ ഈമാൻ നിർബന്ധമാക്കുന്ന ഈമാൻ ഉള്ളവരാണ് എന്ന് പറയുന്ന ആളുകൾ അവർക്കുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് തവക്കുൽ എന്നുള്ളത്. അല്ലാഹു തആല അതിന് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നോക്ക്, നിങ്ങൾ അല്ലാഹു തആല നമ്മളോട് പറയാണ്, നിങ്ങൾ ബരമേൽപ്പിക്കിൻ, അല്ലാഹുവിൽ നിങ്ങൾ ഏൽപ്പിക്കിൻ, നിങ്ങളുടെ കാര്യങ്ങളെ അല്ലാഹുവിലേക്ക് ഉയർത്തിൻ, അല്ലാഹുവിന്റെ കയ്യിലാണ് കാര്യങ്ങളുടെ നിയന്ത്രണം എന്ന് നിങ്ങൾ മനസ്സിലാക്കി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്. നമ്മളൊന്ന് ആലോചിച്ച്, ഒരു മനുഷ്യൻ നമ്മളോട് പറയാണ്, നീ ഒരു പേടിയും പേടിക്കണ്ട, നിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ എന്നെ ഏൽപ്പിച്ചാൽ മതി, നിനക്ക് എന്നെ പൂർണ്ണമായി വിശ്വസിക്കുക, ഒരു സംശയം വേണ്ട, അല്ലെങ്കിൽ നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തരും, പിന്നെ ജീവ ഒരു പേടിക്കണ്ട എന്ന് ഒരു മനുഷ്യൻ പറഞ്ഞാല് നമുക്ക് എന്തുണ്ടാവും? ഒരു സമാധാനം ഉണ്ടാവും. അപ്പൊ ആകാശഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഈ വാക്ക് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം സമാധാനിക്കണം, എത്രത്തോളം അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ബരമേൽപ്പിക്കണം. അടുത്ത ആയത്ത് സൂറത്തുൽ അൻഫാലിലെ 2ാമത്തെ ആയത്താണ്. വഖൗലിഹി ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ ചില വസ്ഫുകളെ, ചില വിശേഷണങ്ങളെ പറ്റി പറയുകയാണ്. യഥാർത്ഥ സത്യവിശ്വാസികൾക്ക് ഉണ്ടായിരിക്കേണ്ട ചില വിശേഷണങ്ങൾ അല്ലാഹു പറയാണ്. ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നമ എന്നുള്ള പദം അറബിയിൽ ഹസ്റിന് ഉപയോഗിക്കുന്നതാണ്. അഥവാ ഇനി പറയുന്ന കാര്യം അവർക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ളതാണ്. ഇന്നമൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ മുഅ്മിനാവണമെങ്കിൽ അവരായിരിക്കണം അല്ലദീന ഇദാ ദുകിറല്ലാഹ്, എങ്ങനെയുള്ളവരായിരിക്കണം അവർ? അവരുടെ അടുക്കൽ അള്ളാഹുവിനെ പറ്റി പരാമർശിക്കപ്പെട്ടാൽ, അള്ളാഹുവിനെ പറ്റി പറഞ്ഞാൽ, അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തിയാൽ വജിലത് ഖുലൂബുഹും, അവരുടെ ഖൽബിൽ ഒരു ഭയമുണ്ടാകും. അള്ളാഹുവിന്റെ നാമം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അള്ളാഹുവിനെ പറ്റി ഓർമ്മപ്പെടുത്തിയാൽ, അള്ളാഹുവിനെ പറ്റി പരാമർശിക്കപ്പെട്ടാൽ അവരുടെ ഖൽബിൽ അതുകൊണ്ടുണ്ടാകുന്ന ഒരു അനന്തരഫലം അവിടെ ഉണ്ടാകും, ഒരു വജിലത്ത് അവരുടെ ഖൽബിൽ ഉണ്ടാകും. അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയമുണ്ടാകും, അള്ളാഹുവിന്റെ ഗാംഭീര്യത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാകും, അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള കാരുണ്യത്തിന്റെ വിശാലതയെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാകും. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും. അള്ളാഹുവിനെ സ്മരിക്കപ്പെട്ടാൽ അവരുടെ ഖൽബിൽ ഈ ഒരു മാറ്റം അവർക്ക് കാണാൻ സാധിക്കും. നമ്മൾ ചിന്തിക്കണം, അള്ളാഹുവിനെ പറ്റി പറയപ്പെടുമ്പോൾ എന്താണ് നമ്മുടെ ചിന്ത? അതോ നിസ്സാരമായി തള്ളിക്കളയുന്ന, അല്ലെങ്കിൽ അതിൽ പ്രത്യേകിച്ച് ഇത് എപ്പോഴും കേൾക്കുന്നതല്ലേ, അല്ലെങ്കിൽ ഇതെനിക്ക് പ്രത്യേകമായിട്ടൊന്നും ചിന്തിക്കാനില്ലല്ലോ, അള്ളാഹുവിനെ പറ്റി എന്താണ് ആലോചിക്കാനുള്ളത്, അതാണോ അവസ്ഥ? അതല്ല, അള്ളാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോടുള്ള ആ ബാധ്യതകളും അള്ളാഹുവിന് നമ്മുടെ മേലെയുള്ള അധികാരവും അതെല്ലാം ആലോചിച്ച്, നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ആലോചിച്ച്, അള്ളാഹുവിന് വരുത്തിയ കുറവുകളെ കുറിച്ച് ആലോചിച്ച് ഒരു ഭയമുണ്ടാകുന്ന അവസ്ഥയാണ് ഉള്ളത്. നമ്മൾ പരിശോധിക്കേണ്ടതാണ്. എന്നിട്ട് പറയാണ്, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു,
ആ ഈമാനുള്ള യഥാർത്ഥ ഈമാനുള്ള ആളുകളുടെ അടുക്കൽ അല്ലെങ്കിൽ അവരുടെ അടുക്കൽ അള്ളാഹുവിന്റെ വചനങ്ങൾ പാരായണം ചെയ്യപ്പെട്ടാൽ, അവർ അള്ളാഹുവിന്റെ ആയാത്തുകൾ കേട്ടാൽ, ഖുർആൻ കേട്ടാൽ അവരുടെ അവസ്ഥ എന്താകും? സാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ കൂടും. ആ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഉറ്റാലോചിച്ച് അവരുടെ ഈമാൻ വർദ്ധിക്കും. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യസീദുഹു ബിത്വാഅ വയൻഖുസുഹു ബിൽ മഅസിയ. അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെ ആ ഈമാൻ വർദ്ധിക്കും. അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിലൂടെ ഈമാൻ കുറയും. ഈമാൻ കൂടാനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന കാരണമാണ് ഖുർആൻ. ഖുർആനിന്റെ ആയത്തുകളെ കുറിച്ച് ആലോചിച്ച് അല്ലാഹു തആല പറഞ്ഞില്ലേ, എത്ര കടുകട്ടിയുള്ള കല്ലുകൾ പോലും ആ ഖുർആൻ കൊണ്ട് തകർന്നു പോകും. ആ ഖുർആൻ എങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറങ്ങിയിരുന്നത് എങ്കിൽ അത് പൊട്ടിത്തകരുന്നത് നീ കാണും. കാരണം അത്രയും മഹത്തായിട്ടുള്ള കാര്യങ്ങളാണ് ഖുർആനിലുള്ളത്. ആ ആയത്തുകൾ കേൾക്കുമ്പോൾ ഒരു മാറ്റവും നമ്മുടെ കൽബിനില്ല എങ്കിൽ, നമ്മുടെ ഈമാനിന് ഒരു വ്യത്യാസവുമില്ല എങ്കിൽ നമ്മൾ ഭയപ്പെടണം. നമ്മൾ നിസ്കരിക്കുന്നുണ്ടാകും, നോമ്പൊൽക്കുന്നുണ്ടാകും, ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാകും. എന്നാൽ ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് അല്ലെങ്കിൽ അള്ളാഹുവിനെ പറ്റി പരാമർശിക്കപ്പെട്ട് ഒരു മാറ്റവും നമ്മുടെ കൽബിൽ ഒന്നും തന്നെ അറിയുന്നില്ല എങ്കിൽ നമ്മൾ ഭയപ്പെടണം. നമ്മുടെ കൽബിന്റെ ജീവൻ നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ കൽബിന്റെ ജീവൻ ഇല്ലാതായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഈമാൻ ഉള്ളവരുടെ അടയാളമാണ് ഖുർആൻ കേൾക്കുമ്പോൾ അവരുടെ ഈമാൻ വർദ്ധിക്കും. ഖുർആനിൽ തന്നെ ധാരാളം ആയത്തുകൾ അല്ലാഹു തആല ഇതിനെ പറ്റി പറയുന്നുണ്ട്. ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അവരുടെ തൊലിയിൽ രോമാഞ്ചം കൊള്ളുന്ന, കുളിര് കോരുന്ന അവസ്ഥയുണ്ടാകുന്ന വിശ്വാസികളുടെ, നമ്മൾ അറിയാഞ്ഞിട്ടാണ്. യഥാർത്ഥത്തിൽ ഈമാൻ അതിന്റെ ഏറ്റവും നല്ല അവസ്ഥയിലാണ് നമ്മൾ ഉള്ളത് എങ്കിൽ, ഈമാനിന്റെ ഏറ്റവും നല്ല അവസ്ഥയിലാണുള്ളത് എങ്കിൽ ഖുർആനിന്റെ ഓരോ ആയത്തും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ആ ഒരു മാറ്റം, ആ ഒരു ആസ്വാദനം അത് പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ അപ്പുറത്തായിരിക്കും. അപ്പോ ആ രണ്ടാമത്തെ ലക്ഷണം പറഞ്ഞു, ഖുർആനിന്റെ ആയത്തുകൾ കേട്ടാൽ അവരിൽ ഈമാൻ വർദ്ധിക്കും. അടുത്തത് പറയുകയാണ് വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരവരുടെ റബ്ബിന്റെ മേലെ ഭരമേൽപ്പിക്കുന്നവരുമായിരിക്കും. ഭരമേൽപ്പിക്കുന്ന ആളുകളായിരിക്കും. ചില ആളുകളെ കാണാം, അവർ വിശ്വാസത്തെ പറയുന്നവരാണ്, വിശ്വാസികളാണെന്ന് സ്വയം വിശ്വസിക്കുന്നവരാണ്. പക്ഷെ ഒരു കാര്യത്തിലും അള്ളാഹുവിന്റെ മേലെ ആശ്രയിക്കാനോ അള്ളാഹുവിന്റെ മേലെ ഭരമേൽപ്പിക്കാനോ അവർക്ക് സാധിക്കില്ല. അവരവരുടെ കാര്യം അവർ തന്നെ ഏറ്റെടുത്ത് ഞാനാണ് എന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ എന്റെ കയ്യിലാണുള്ളത് എന്ന നിലക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവരെ കാണാം. ഖൽബിൽ അള്ളാഹുവിനെ ആശ്രയിക്കാൻ അവർക്ക് അറിയില്ല, അവരത് മനസ്സിലാക്കിയിട്ടില്ല. എങ്ങനെയാണ് തവക്കുലില്ലാതെ ഒരാൾക്ക് ഈമാൻ ഉണ്ടാവുക? അത് കേവലം എനിക്കെന്റെ ഭക്ഷണം കിട്ടും, എനിക്കെന്റെ പണം കിട്ടും, അത് മാത്രമല്ല. തവക്കുൽ എന്ന് പറഞ്ഞാൽ അത് ഈ ദീനിലുണ്ട് തവക്കുൽ. ദുനിയവിയായ വിഷയങ്ങളിലല്ലാതെ ദീനിലൊരു തവക്കുലുണ്ട്, ദുനിയവിയായ വിഷയങ്ങളിൽ തവക്കുലുണ്ട്. ഒരുപാട് മേഖലയിൽ വിശാലമായിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പൊ ഈ ആയത്തിലും അല്ലാഹു തആല മുഅ്മിനീങ്ങളുടെ മൂന്നടയാളങ്ങൾ പറഞ്ഞു. ഒന്ന്, അള്ളാഹുവിനെ പറ്റി പരാമർശിക്കപ്പെട്ടാൽ അവരുടെ ഖൽബ് വിറകൊള്ളുന്ന, ഭയപ്പെടുന്ന അവസ്ഥയുണ്ടാകും. രണ്ട്, ഖുർആനിന്റെ ആയത്തുകളെ പറ്റി അല്ലെങ്കിൽ ഖുർആനിന്റെ ആയത്തുകൾ പാരായണം ചെയ്യപ്പെടുന്നത് കേട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കും. മൂന്ന്, അവർ അള്ളാഹുവിൽ വരവേൽപ്പിക്കുന്നതായിരിക്കും. നമ്മുടെ ബാവുമായി ബന്ധപ്പെട്ടത് ഈമാൻ നിർബന്ധമാക്കുന്ന കാര്യമാണ് തവക്കുൽ. അടുത്ത ആയത്ത് സൂറത്തുൽ അൻഫാലിലെ 64-ാമത്തെ ആയത്താണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹൻ നബിയ്യു ഹസ്ബുകല്ലാഹ് വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ. യാ അയ്യുഹൻ നബിയ്യു, ഹേ നബിയേ. നബി എന്ന് പറഞ്ഞാൽ മുനബ്ബി എന്നുള്ള അർത്ഥവുമുണ്ട്, മുനബ്ബ എന്നുള്ള അർത്ഥവുമുണ്ട്. അറിയിക്കപ്പെടുന്നവൻ എന്നുള്ള അർത്ഥവും മറ്റുള്ളവരിലേക്ക് അറിയിക്കാൻ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ അറിയിക്കുന്നവൻ എന്നുള്ള അർത്ഥവും. അതിൽ മുനബ്ബി എന്നുള്ള അർത്ഥത്തിലേക്കാണ് യാ അയ്യുഹൻ നബിയ്യു എന്നുള്ള വിളിയെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായിട്ടുള്ള കാര്യമായിരിക്കും. മുനബ്ബ് എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ളതായിരിക്കും. മുനബ്ബി എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ അത് മുഴുവൻ ഉമ്മത്തിനുള്ളതായിരിക്കും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹൻ നബിയ്യു ഹസ്ബുകല്ലാഹ്. നബിയെ, നിനക്ക് അല്ലാഹു മതിയായവനാണ്, നിനക്ക് അല്ലാഹു കാഫിയാണ്. നിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടി അല്ലാഹു മതിയായവനാണ്. വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ, നിനക്ക് മാത്രമല്ല നിന്നെ പിൻപറ്റുന്ന മുഅ്മിനീങ്ങൾക്കും അല്ലാഹു മതിയായവനാണ്. അവിടെയും ഈമാനിനെ അല്ലാഹു മതിയായവനാണ്. തവക്കുൽ എന്ന് പറഞ്ഞാൽ തന്നെ ഒരാൾ അല്ലാഹു മതിയായവനാണ് എന്ന് ബോധ്യപ്പെടുത്തലാണ്.
അവിടെ ഈമാനിനെ അള്ളാഹു മതിയായവനാണ് എന്ന് മനസ്സിലാക്കുന്നതിലേക്ക് അള്ളാഹു തആല ബന്ധപ്പെടുത്തി വെച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദീനിനെയും നമ്മുടെ ഈമാനിനെയും എല്ലാം നമ്മുടെ നിത്യജീവിതത്തിലേക്ക് ബന്ധപ്പെടുത്തുമ്പോൾ മാത്രമാണ് ഇതിന്റെ എല്ലാം അനന്തരഫലം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. പലപ്പോഴും നമ്മൾ ദീനിനെ മസ്ജിദിന്റെ അകത്തേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിലേക്കോ മാത്രം വെച്ച് നമ്മുടെ കച്ചവടവും നമ്മുടെ കുടുംബവും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ അത് ദീനിൽ നിന്ന് പുറത്തുള്ള ഒരു കാര്യം, അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കുന്നത് നമ്മിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്, ചില കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിന് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്നവരാണ് എന്ന് അള്ളാഹുവിന് തെളിയിച്ചു കൊടുക്കുക എന്ന്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്, നിനക്ക് അള്ളാഹു മതിയായവനാണ്. അതുപോലെ തന്നെ നിന്നെ പിൻപറ്റുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു മതിയായവനാണ്. ഏത് കാര്യത്തിനും അവന്റെ റിസ്ക് നൽകാൻ അള്ളാഹു റാസിഖാൻ, അവന് രോഗം മാറ്റാൻ അള്ളാഹു ഷാഫിയാണ്. അതുപോലെ തന്നെ ഏത് കാര്യത്തിലും അള്ളാഹുവിനെ ബലമേൽപ്പിക്കാൻ അവന് സാധിക്കണം. ഇതിന്റെ അർത്ഥം അസ്ബാബുകൾ ഉപയോഗിക്കരുത് എന്നല്ല. അസ്ബാബുകൾ ഉപയോഗിക്കുക എന്നുള്ളത് അനുവദനീയമായിട്ടുള്ള ഹലാലായ കാര്യങ്ങൾ ഉപയോഗിക്കൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടുള്ളതാണ്. പക്ഷേ ഖൽബിൽ പൂർണ്ണമായി അള്ളാഹുവിൽ ഏതൊരു സന്ദർഭത്തിലും അസ്ബാബുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപോലെ അള്ളാഹുവിൽ ബലമേൽപ്പിക്കാൻ പറ്റണം എന്നുള്ളതാണ് ഇതിന്റെ ആശയം. ഇബ്നു ഖുദാമ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഒരു വസിയത്തിൽ പറഞ്ഞതുപോലെ, ഒരാൾ അള്ളാഹുവിനോട് വിളിച്ചു തേടേണ്ടത് ഏതുപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് അയാളുടെ വീട്ടിലാണ്, അയാളുടെ മക്കളുണ്ട്, അയാളുടെ ജോലിക്കാരുണ്ട്, അയാൾക്ക് സമ്പത്തുണ്ട്, അയാൾക്ക് സൗകര്യങ്ങളുണ്ട്. അയാൾ അള്ളാഹുവിനെ വിളിച്ചു തേടേണ്ടത് അല്ലെങ്കിൽ അവന്റെ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് അല്ലെങ്കിൽ അള്ളാഹുവിന് ബലമേൽപ്പിക്കേണ്ടത്, അള്ളാഹുവിന് പ്രതീക്ഷ വെക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഇബ്നു ഖുദാമ റഹിമഹുല്ലാ പറയാണ്, ഒരാൾ കടലിൽ കപ്പൽ തകർന്ന് വീണ് കിടക്കുകയാണ്. കപ്പൽ യാത്ര ചെയ്യുമ്പോൾ കപ്പൽ തകർന്നു. അങ്ങനെ വെള്ളത്തിൽ മുങ്ങിപ്പോകുമ്പോൾ ഒരു മരക്കഷ്ണം കിട്ടി. ആ മരക്കഷ്ണത്തിൽ പിടിച്ചുകൊണ്ട് അയാൾ വിളിക്കുകയാണ്, അല്ലാഹ് അല്ലാഹ് എന്ന് വിളിക്കുകയാണ്. അള്ളാഹുവിനോട് വിളിച്ചു തേടുകയാണ്, അള്ളാഹുവിന് പ്രതീക്ഷ വെക്കുകയാണ്, അള്ളാഹുവിന് ബലമേൽപ്പിക്കുകയാണ്. അയാൾ എങ്ങനെ വെക്കുക? അതുപോലെ ആയിരിക്കണം തന്റെ വീടിനകത്ത് അല്ലെങ്കിൽ തന്റെ കൊട്ടാരത്തിനകത്ത് തന്റെ ഭൃത്യന്മാരുടെയും തന്റെ മക്കളുടെയും തന്റെ സമ്പത്തിന്റെയും സൗകര്യങ്ങളുടെയും നടുവിൽ ഇരിക്കുന്ന ഒരാളും അള്ളാഹുവിൽ ആശ്രയിക്കേണ്ടതും അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടതും അള്ളാഹുവിനോട് ബലമേൽപ്പിക്കേണ്ടതും. ഇത് സാധിക്കുമ്പോഴാണ് ആ ഈമാൻ പൂർത്തീകരിക്കുന്ന അല്ലെങ്കിൽ തൗഹീദ് തഹ്ഖീഖ് ചെയ്യുന്ന ആളുകളായിട്ട് നമുക്ക് മാറാൻ സാധിക്കുക. അടുത്ത ആയത്ത് സൂറത്തു ത്വലാഖിലെ 3-ാമത്തെ ആയത്താണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു. ആരാണോ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത്, അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തുകയും അള്ളാഹുവിന്റെ വിരോധനങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കുകയും അള്ളാഹു വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കുകയും ചെയ്യുന്നത്, അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നത്, ഫഹുവ ഹസ്ബുഹു. അള്ളാഹു അവിടെ അവന് മതിയായവനാണ്. അള്ളാഹു അവന് മതിയായവനാണ്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് വെക്കും. അവിടെ അറബി ഭാഷാരൂപത്തിൽ തന്നെ അതിന്റെ മറുപടി വന്നിട്ടുള്ള ഇസ്മിയായ ജുംലക്ക് ചില പ്രത്യേകതകളുണ്ട്. ഇവിടെ അത്രയും അള്ളാഹു മതി എന്നറിയിക്കുന്ന രീതിയിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു. അങ്ങനെ അള്ളാഹു തആല അള്ളാഹുവിൽ ബലമേൽപ്പിച്ച അവന് മതി, അള്ളാഹ് മതി, വേറെ ഒന്നിലേക്കും തിരിയേണ്ട ഒരവസ്ഥ അള്ളാഹു അവനുണ്ടാക്കുകയില്ല എന്ന് അള്ളാഹു തആല പറയാം. അപ്പോ ഈ ആയത്തുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിൽ അത് എല്ലാ മേഖലയിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. മറ്റൊരു ഹദീസാണ്, ഒരു അസറാണ് കൊടുത്തിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞിട്ടുള്ള ഒരു അസർ, ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ. ഹസ്ബല എന്ന് പറയുന്ന വാക്കാണ് ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ. ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതിയായവനാണ്. വ നിഅമൽ വക്കീൽ, ബലമേൽപ്പിക്കാൻ, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ അവനാണ് എന്നുള്ള വാക്ക്, ഇതിന് ഹസ്ബല എന്ന് പറയും. മുഅ്മിനീങ്ങളുടെ കലിമത്തുൽ മുഅ്മിനീൻ അല്ലെങ്കിൽ കലിമത്തുൽ ഈമാൻ എന്ന നിലക്കൊക്കെ ചില അസറുകളിൽ സ്വഹാബികളിൽ നിന്ന് വന്നിട്ടുണ്ട്. മുഅ്മിനീങ്ങളുടെ വാക്ക് എന്നുള്ള രീതിയിലൊക്കെ ഈ വാക്ക് വന്നിട്ടുള്ളത് കാണാം. എന്നിട്ട് ഈ വാക്ക് പറഞ്ഞുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാലഹ ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാർ. ഈ വാക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലേക്ക് എറിയപ്പെട്ടപ്പോഴാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ നമുക്കറിയാവുന്ന കാര്യമാണ്. തന്റെ ഉപ്പയും നാട്ടുകാരും ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ
അവർ വേറൊരു കാര്യത്തിലേക്ക്, വേറൊരു ആഘോഷത്തിലേക്കോ ഉത്സവത്തിലേക്കോ മറ്റോ മാറി നിന്ന സമയത്ത് ആ വിഗ്രഹങ്ങളെ തകർത്തിട്ട് തിരിച്ചു വന്ന് ആരാണിത് ചെയ്തത് എന്ന് പരിശോധിക്കുമ്പോൾ അത് ഇബ്രാഹിം എന്നുള്ള വ്യക്തിയാണ് എന്നറിയുകയും അതിന്റെ പേരിൽ തങ്ങളുടെ ഇലാഹുകളെ സഹായിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീകുണ്ടാരത്തിലേക്ക്, വലിയൊരു തീകുണ്ടാരം ഒരുക്കി അതിലേക്ക് ദൂരെ നിന്ന് വലിച്ചെറിയാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവസാനം പറഞ്ഞ വാക്ക് എന്ന് ചില അസറുകളിൽ വന്നിട്ടുണ്ട്. പറഞ്ഞ വാക്ക് ഇതാണ്: ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. അള്ളാഹു മതിയായവനാണ്, അവനാണ് ബരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു. അള്ളാഹുവിന്റെ ഖലീലാണ് ആ വാക്ക് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പറയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വഖാലഹാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഖാലൂ ലഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്ക് പറഞ്ഞത് എപ്പോഴാണെന്ന് വെച്ചാൽ, എന്നിട്ട് സൂറത്ത് ആലി ഇമ്രാനിലെ 173-ാമത്തെ ആയത്ത് പാരായണം ചെയ്തു. ഇന്നന്നാസ ഖദ് ജമഊ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുറൈശികളിൽ നിന്നൊരു സന്ദേശം എത്തി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖുറൈശികൾ കൂട്ടരും മുസ്ലിമീങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി വലിയൊരു സൈന്യം ഒരുക്കി വരുന്നുണ്ട് എന്നുള്ള വാർത്ത കേട്ടു. ആ വാർത്ത അറിഞ്ഞ സമയത്ത് ഇന്നന്നാസ ഖദ് ജമഊ, അതാ ആളുകൾ ഖുറൈശികൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? ലക്കും, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി, നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്കെതിരെ അവർ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്ന വാക്ക്. അപ്പോ ഫഖ്ശൗഹും, അവരെ ഭയപ്പെടുക എന്ന് പറഞ്ഞു, അവരെ പേടിക്കണമെന്ന് പറഞ്ഞു. ഫസാദഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കുകയും അവർ പറഞ്ഞ വാക്ക് എന്താണ് അവിടെ? ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. അള്ളാഹുവിന്റെ അടുക്കൽ ഒരു അടിമക്ക്, ഒരു മനുഷ്യന് നേടിയെടുക്കാവുന്ന ഏറ്റവും ഉത്തമമായ സ്ഥാനം അള്ളാഹുവിന്റെ ഖലീലാവുക എന്നുള്ളതാണ്. അതായത് ഒരു മനുഷ്യന് എത്തിപ്പെടാവുന്ന, നേടിയെടുക്കാവുന്ന എത്തിപ്പെടാവുന്ന സ്ഥാനം അതാണ്. അള്ളാഹു തആല സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തിട്ടുള്ളത് രണ്ടാളുകളെയാണ്. ഒന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, രണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രണ്ടാളുകളും പറഞ്ഞിട്ടുള്ള അവരുടെ ജീവിതത്തിലെ വളരെ നിർണായകമായ ഒരു പ്രതീക്ഷയും വെക്കാൻ വകയില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ അവർ പറഞ്ഞ വാക്കാണ് ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. നമ്മൾ ശരിക്കും ആലോചിക്കണം, അള്ളാഹുവിനെ നമ്മൾ എവിടെയാണ് വെച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ അള്ളാഹു നമ്മൾ കൊടുക്കുന്ന ഗാംഭീര്യം എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും അള്ളാഹുവിനെ നാം എത്രത്തോളം അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കാനും അള്ളാഹുവിൽ വരമേൽപ്പിക്കാനും നമുക്ക് കഴിയുന്നുണ്ട്, നാം ശരിക്കും ചിന്തിക്കേണ്ടതാണ്. ഏതൊരു നിസ്സാരമായ കാര്യത്തിനും അള്ളാഹുവിനെ വരമേൽപ്പിക്കാൻ സാധിക്കണം, എത്ര ചെറുതാവട്ടെ. ആളുകളും ചിലപ്പോൾ കളിയാക്കുന്ന അവസ്ഥയുള്ള ഒരു കാര്യമാവട്ടെ, എന്നിരുന്നാലും അള്ളാഹുവിന് ബരമേൽപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ട് ഖലീലുകൾ പറഞ്ഞിട്ടുള്ള വാക്കാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അഥവാ തവക്കുലിന്റെ പൂർണ്ണമായ ഒരു ആശയത്തെ അറിയിക്കുന്ന വാക്കാണ് ഈ വാക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബാബു കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം, ഒരാളുടെ തൗഹീദ് നേരെയാവണമെങ്കിൽ, അല്ലെങ്കിൽ അവൻ തൗഹീദ് സാക്ഷാത്കരിക്കണമെങ്കിൽ അവനുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിൽ ബരമേൽപ്പിക്കുക എന്നുള്ളത്, തവക്കുൽ ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഒരാളുടെ തവക്കുൽ എത്ര കുറയുന്നുവോ അത്രത്തോളം അവന്റെ തൗഹീദിൽ അവിടെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഒരാളുടെ തവക്കുൽ എത്ര ശക്തമാണോ അത്രയും അവന്റെ തൗഹീദ് ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യം ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ വിശദീകരണത്തിൽ ഇമാം സഅദി റഹിമഹുല്ലാഹ് അൽ ഖൗലുസ് സദീദ് എന്നുള്ള കിതാബിൽ പറയുന്നു, ബാബു ഖൗലില്ലാഹി തആല വഅലല്ലാഹി ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ. ഈ ബാബിനെ പറ്റി പറയുകയാണ്, അത്തവക്കുൽ അലല്ലാഹി മിൻ അഅ്ളമി വാജിബാത്തി തൗഹീദ് വൽ ഈമാൻ. അല്ലാഹുവിൽ ബരമേൽപ്പിക്കുക എന്നുള്ളത് തൗഹീദിന്റെയും ഈമാനിന്റെയും ഏറ്റവും മഹത്തരമായിട്ടുള്ള, അത് നിർബന്ധമാക്കുന്ന മഹത്തരമായിട്ടുള്ള കാര്യമാണ്. വബിഹസ്ബി ഖുവ്വത്തി തവക്കുലിൽ അബ്ദി അലല്ലാഹ് യഖ്വ ഈമാനുഹു. ഒരാൾക്ക് എത്രത്തോളമാണോ അള്ളാഹുവിൽ ബരമേൽപ്പിക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിലുള്ള അവന്റെ തവക്കുൽ എത്രത്തോളമാണോ ശക്തമാകുന്നത് അത്രത്തോളം അവന്റെ ഈമാനും ശക്തമാകും. വയതിമ്മു തൗഹീദുഹു, അങ്ങനെ അവന്റെ തൗഹീദ് പരിപൂർണമാവുകയും ചെയ്യും. വൽ അബ്ദു മുദ്ററുൻ ഇല തവക്കുലി അലല്ലാഹ്. ഒരടിമ അവൻ ആവശ്യക്കാരനാണ്, അവൻ വളരെയധികം ആവശ്യക്കാരനാണ് അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കാൻ, തവക്കുലിന്. കാരണം നമ്മൾ ആലോചിച്ച് വെക്കണം, നമ്മൾ യഥാർത്ഥത്തിൽ എന്തൊരു ദുർബലനാണ്, എത്ര ദുർബലനാണ് മനുഷ്യൻ. അവൻ ഒരിക്കലും അഹങ്കരിക്കാനുള്ള ഒരു യോഗ്യതയുമില്ല.
അവന്റെ ഒരു കൈയിന്റെ പ്രവർത്തനം പോലും അവൻ എപ്പോഴും നിയന്ത്രിക്കാൻ സാധിക്കില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ വിരലുകൾ ഇങ്ങനെ നമുക്ക് അനക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ കൈകൊണ്ട് എന്തെങ്കിലും എടുക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെയൊക്കെ സാധിക്കുന്നുണ്ട്. എന്നാൽ എത്രയോ ആളുകൾ കണ്ടിട്ടില്ലേ പെട്ടെന്നൊരു ദിവസം അവരെ കൈ ചലിപ്പിക്കാൻ പറ്റാതെ ആകുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. എന്തേ അവർക്ക് വിചാരിക്കുന്ന പോലെ അവരെ കൈ ചലിപ്പിക്കാൻ പറ്റാത്തത്? അത്രയും ദുർബലനാണ് മനുഷ്യന് ദുർബലത അത്രയും വലുതാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും കഴിവുള്ള വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാതും കഴിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുൽ ചെയ്യുക എന്നതിലേക്ക് മനുഷ്യൻ നിർബന്ധിതാവസ്ഥയിലുള്ളവനാണ്. അവനതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. എന്നിട്ട് പറയാണ് വൽ ഇസ്തിആനതി ബിഹി ഫീ കുല്ലി മാ യുരീദു ഫിഅലഹു ഔ തർകഹു മിൻ ഉമൂരി ദീനിഹി ഔ ദുനിയാ. അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് സഹായം ചോദിക്കുന്നതിലും അള്ളാഹുവിനോട് സഹായം ആവശ്യപ്പെടുന്നതിലും അവൻ നിർബന്ധിതാവസ്ഥയിലാണ്. അവനൊരു കാര്യം, ഒരു നല്ല കർമ്മം ചെയ്യാനാകട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഒഴിവാക്കാനാകട്ടെ, ദീനിയായ കാര്യമാവട്ടെ ദുനിയവിയായ കാര്യമാവട്ടെ, എല്ലാത്തിനും അള്ളാഹുവിന് ഭരമേൽപ്പിക്കുന്നതിലേക്കും അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നതിലേക്കും അവൻ ആവശ്യക്കാരനാണ്. അതില്ലാതെ അവന് പറ്റില്ല. വഹഖീഖത്തു തവക്കുലി അലല്ലാഹ് അയ്യഅലമൽ അബ്ദു അന്നൽ അംറ കുല്ലഹു ലില്ലാഹ്. തവക്കുലിന്റെ ഹഖീഖത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹുവിന് ഭരമേൽപ്പിക്കുന്നതിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മനസ്സിലാക്കലാണ്, ഒരു അടിമക്ക് ബോധ്യപ്പെടലാണ്. എന്താണ്? അന്നൽ അംറ കുല്ലഹു ലില്ലാഹ്, കാര്യമെല്ലാം അള്ളാഹുവിന്റെ കയ്യിലാണ്, കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. എത്ര നിസ്സാരമായി നമുക്ക് തോന്നുന്ന ഒരു കാര്യവും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് എന്ന് മനസ്സിലാക്കലാണ് തവക്കുലിന്റെ ഹഖീഖത്ത് എന്ന് പറയുന്നത്. വഅന്നഹു മാഷാ അല്ലാഹു കാന, അതെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ ഉദ്ദേശിച്ചത് അത് സംഭവിക്കും. വമാ ലം യശ ലം യകുൻ, എന്താണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കാത്തത് അത് സംഭവിക്കുകയുമില്ല. വഅന്നഹു ഹുവൻ നാഫിഉ, അല്ലാഹുവാണ് ഉപകാരമുണ്ടാക്കുന്നവൻ. അദ്ദാറു, ദോഷം ഉണ്ടാകുന്നത് അള്ളാഹുവിന്റെ ഉദ്ദേശം കൊണ്ടല്ലാതെ ഇല്ല. വൽമുഅ്തി, നൽകുന്നവൻ. വൽമാനി, തടയുന്നവൻ. ഇതെല്ലാം അള്ളാഹുവിൽ നിന്നാണ്. അടിമക്ക് ദോഷമായി തോന്നുന്ന കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഉദ്ദേശം കൊണ്ടേ നടക്കും. അടിമക്കുള്ള ഉപകാരങ്ങൾ, അള്ളാഹു നൽകുന്ന ഔദാര്യങ്ങൾ, അത് അള്ളാഹുവിന്റെ ഉദ്ദേശം അനുസരിച്ചാണ്. അള്ളാഹുവാണ് നൽകുന്നവൻ, അള്ളാഹുവാണ് ചില ആളുകൾക്ക് തടയുന്നവൻ. എല്ലാം അള്ളാഹുവിന്റെ ഹിക്മത്ത് അനുസരിച്ചിട്ടാണ് അള്ളാഹു ചെയ്യുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി, ഏത് കാര്യത്തിനാണ് അള്ളാഹുവിനെ വിട്ടുകൊണ്ട് സ്വന്തത്തിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഒരു അടിമക്ക് ആവശ്യക്കാരനായി പോകേണ്ടി വരിക, ആശ്രയിക്കേണ്ടി വരിക? ഖൽബിൽ പൂർണ്ണമായി അള്ളാഹുവിനെയാണ് അവൻ ആശ്രയിക്കേണ്ടത്. വഅന്നഹു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അതുപോലെ തന്നെ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവും ശക്തിയുമില്ല. കലിമത്തുൽ ഇസ്ലാമി വൽ ഇസ്തിസ്ലാം, അള്ളാഹുവിൽ പൂർണ്ണമായി താഴ്മ കാണിക്കുന്ന, വിധേയത്വം കാണിക്കുന്ന വാക്കാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ കഴിവും ശക്തിയുമില്ല. فبعد هذا العلم يعتمد بقلبه على ربه في جلب مصالح دينه ودنياه. ഈ ഒരു കാര്യം അവന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ കയ്യിലാണ്, എന്ത് കാര്യം ചെയ്യണമെങ്കിലും അള്ളാഹുവിന്റെ കഴിവും ശക്തി കൊണ്ടല്ലാതെ കഴിയില്ല, ഈ കാര്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ പൂർണ്ണമായി അവന്റെ ഖൽബ് കൊണ്ട് ആശ്രയിക്കേണ്ടത് അള്ളാഹുവിലാണ്. ദീനിയായതും ദുന്യവിയുമായിട്ടുള്ള നന്മകൾ അവനുണ്ടാകണമെങ്കിൽ, അവന് വരുത്തണമെങ്കിൽ അവൻ അള്ളാഹുവിൽ വരമേൽപ്പിക്കണം. وفي دفع المضار ويثق غاية الوثوق بربه في حصول مطلوبه, അതുപോലെ തന്നെ അവന് ബാധിക്കുന്ന ദോഷങ്ങൾ അത് നീങ്ങാൻ, അത് തടയപ്പെടാൻ അള്ളാഹുവിൽ വരമേൽപ്പിക്കണം. ഏറ്റവും ദൃഢമായി വരമേൽപ്പിക്കണം. അവൻ തേടുന്ന അവന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അള്ളാഹുവിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ അവന് സാധിക്കണം. وهو مع هذا باذل جهده في فعل الأسباب النافعة, അതുപോലെ തന്നെ ഈ വരമേൽപ്പിക്കലും ഈ ആശ്രയിക്കലും ഉള്ളത് ഒപ്പം തന്നെ അവൻ അനുവദനീയമായിട്ടുള്ള ഹലാലായിട്ടുള്ള അതിനുള്ള കാരണങ്ങളെ അവൻ ഉപയോഗിക്കുകയും ചെയ്യും, അവൻ പ്രവർത്തിക്കുകയും ചെയ്യും. അവൻ അള്ളാഹുവാണ് റിസ്ക് നൽകുന്നത് അറിയാം, അവൻ ജോലി ചെയ്യും, അവൻ കച്ചവടം ചെയ്യും. പക്ഷെ അവന്റെ കച്ചവടം കൊണ്ടോ അവന്റെ ജോലി കൊണ്ടോ അവന്റെ കഴിവ് കൊണ്ടോ ഞാനാണ് എന്റെ കാര്യങ്ങൾ നേടുന്നത്, അല്ലെങ്കിൽ എന്റെ അധ്വാനത്തിന്റെ ഫലം മാത്രമാണ് എന്റെ ഈ വരുമാനം, എന്റെ ഈ സമ്പത്ത്, എന്റെ ഈ ഉപജീവനം എന്നവൻ ചിന്തിക്കില്ല. അവൻ പൂർണ്ണമായും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അതിന്റെ ഹലാലായ മാർഗങ്ങൾ അവൻ അന്വേഷിക്കും. ഏത് കാര്യത്തിലും, രോഗത്തിന് ചികിത്സിക്കും, പക്ഷെ പൂർണ്ണമായും അവൻ ഭരമേൽപ്പിക്കുന്നത് അള്ളാഹുവിലായിരിക്കും. ഏത് കാര്യത്തിലും അങ്ങനെ തന്നെ.
فمتى استدام العبد هذا العلم وهذا الاعتماد والثقة فهو المتوكل على الله حقيقة. എപ്പോഴാണോ ഒരു അടിമയുടെ ഈ അറിവും ഈ ആശ്രയവും ദൃഢമായിക്കൊണ്ട് എപ്പോഴും നിലനിന്നുകൊണ്ട് പോകുന്നത്, അവനാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്നവൻ. ഇടയ്ക്കെപ്പോഴെങ്കിലും തോന്നുമ്പോൾ, അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞു, ഇനിയൊരു അവസ്ഥയില്ല, ഡോക്ടർ പറഞ്ഞു ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, അള്ളാഹുവിൽ പ്രാർത്ഥിച്ചോളി, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ഒരു കാര്യം വന്നു, അപ്പൊ ഇനിയൊരു കാരണമില്ല, അപ്പോഴാണ് ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ്. അല്ല, എപ്പോഴും ഒരേപോലെ സ്ഥിരതയോടുകൂടി ഒരടിമയ്ക്ക് എപ്പോഴാണോ ഇത് കൊണ്ടു നടക്കാൻ സാധിക്കുന്നത്, അവനാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നവൻ. അവന് സന്തോഷ വാർത്തയുണ്ട്. അവനെന്താണ്? അള്ളാഹു തആല മതിയായവനാണ്. അതുപോലെ തന്നെ ഭരമേൽപ്പിക്കുന്നവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യങ്ങളും അവനുണ്ട്. എന്നാൽ അള്ളാഹുവിന് പുറമെ മറ്റെന്തെങ്കിലും കാര്യത്തിലേക്കാണ് അവൻ അതിന്റെ പേരിൽ അവന്റെ കൽബിനെ ബന്ധിപ്പിക്കുന്നത് എങ്കിൽ, അത് എന്ത് കാര്യമാവട്ടെ, അതൊരു ഖബറാവട്ടെ, അല്ലെങ്കിൽ അതൊരു വ്യക്തിയാവട്ടെ, അതല്ലെങ്കിൽ വസ്തുക്കളാവട്ടെ, അതല്ലെങ്കിൽ മരമോ കല്ലോ ആവട്ടെ, അതല്ലെങ്കിൽ കെട്ടുകളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളാവട്ടെ, അല്ലെങ്കിൽ അവന്റെ സ്വന്തം കച്ചവടമാകട്ടെ, സമ്പത്താവട്ടെ, അവന്റെ സ്വന്തത്തിന്റെ മേലെ തന്നെ ആവട്ടെ, പൂർണ്ണമായും അവൻ അതിനെയാണ് ആശ്രയിക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ഈ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് എന്ന നിലക്കാണ് വിശ്വസിക്കുന്നത് എങ്കിൽ അത് ശിർക്കാണ്. പൂർണ്ണമായ ഒരു വസ്തുവിന്റെ മേലെ അതുകൊണ്ടാണ് എനിക്കുണ്ടാവുന്ന നേട്ടങ്ങൾ, അതുകൊണ്ടാണ് എനിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നീങ്ങുന്നത് എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അതാണ് ശിർക്ക്. അള്ളാഹുവിൽ മാത്രമേ തവക്കുൽ ചെയ്യാൻ പാടുള്ളൂ. വമൻ തവക്കല അലാ ഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്ത മറ്റെന്തെങ്കിലും ഒന്നിൽ അവൻ ഭരമേൽപ്പിക്കുകയും വതഅല്ലഖ ബിഹി, അവൻ അതുമായിട്ട് ശക്തമായ ബന്ധം വെക്കുകയും വുകില ഇലൈഹി വഖാബ അമലുഹു, അവൻ അതിലേക്ക് ഏൽപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അവന്റെ പ്രതീക്ഷയും മറ്റുള്ള കാര്യങ്ങളെല്ലാം നശിച്ചു പോകുന്ന അവസ്ഥയെ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ തവക്കുൽ എന്നുള്ളത് വലിയൊരു കാര്യവും ഈമാനിന്റെ അടിസ്ഥാനവും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ വലിയൊരു സ്ഥാനം നേടിത്തരുന്ന കാര്യമാണ്. പല പണ്ഡിതന്മാരും പറഞ്ഞതുപോലെ ഒരു പർവ്വതം അതിന്റെ സ്ഥാനത്ത് നിന്ന് നീങ്ങേണ്ട വിഷയത്തിലാണ് ഒരടിമ ഹഖ്ഖു തവക്കുൽ അള്ളാഹുവിൽ ചെയ്യുന്നത് എങ്കിൽ ആ പർവ്വതം അവന് വേണ്ടി അള്ളാഹു തആല നീക്കി കൊടുക്കുന്നതാണ്. അതായത് അത്രയും ഉറച്ചു നിൽക്കുന്ന കാര്യമാണ് പർവ്വതം, പക്ഷെ അത് അതിന്റെ സ്ഥാനത്ത് നീങ്ങേണ്ട ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ ഒരു കാര്യത്തിലാണ് ഒരു അടിമ അള്ളാഹുവിൽ ഹഖ്ഖു തവക്കുൽ ചെയ്യുന്നത് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി ആ പർവ്വതത്തെ നീക്കി കൊടുക്കും എന്ന് ഉലമാക്കൾ പറഞ്ഞ വാക്കുകൾ കാണാൻ സാധിക്കും. എന്നിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ പല സംഭവങ്ങളുമെല്ലാം അതിന്റെ വിശദീകരണമായി കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തവക്കുൽ എന്നുള്ളത് അള്ളാഹുവിന്റെ കയ്യിലാണ് കാര്യങ്ങളുടെ നിയന്ത്രണം. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു നന്മയും നമുക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ അല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചല്ലാതെ ഒരു ദോഷവും നമുക്ക് ബാധിക്കാൻ പോകുന്നില്ല. ഈ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ പൂർണ്ണമായി ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പൂർണ്ണമായി അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ നമ്മുടെ ഖൽബ് കൊണ്ട് സാധിക്കണം. അതുപോലെ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, അസ്ബാബുകൾ നമുക്ക് ഉപയോഗിക്കാം, അതിനെ ആശ്രയിക്കാതെ നമുക്ക് ഉപയോഗിക്കാം. അത് അള്ളാഹു തആല നമ്മൾ കൽപ്പിച്ചിട്ടുള്ളതാണ്. ഹലാലാണോ ഹറാമാണോ ചെയ്യുക എന്ന് അറിയാൻ വേണ്ടി. ഇതാണ് തവക്കുലുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പൊ തവക്കുലും തൗഹീദുമായിട്ടുള്ള ബന്ധം ഒരിക്കലും ഒരു തരത്തിലും ഒരു സമയത്തും വേർതിരിക്കാൻ പറ്റാത്ത ബന്ധമാണ് തൗഹീദും തവക്കുലും ആയിട്ടുള്ളത്. അടുത്ത ബാബ് ഖൗലില്ലാഹി തആല. അടുത്തത് ഖുർആനിലെ മറ്റൊരു ആയത്തുമായി ബന്ധപ്പെട്ട് അതിൽ പരാമർശിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിൽ ഉൾക്കൊള്ളുന്ന കാര്യം റജാവും ഖൗഫുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള പ്രതീക്ഷയും അള്ളാഹുവിന്റെ കാരുണ്യത്തിലുള്ള പ്രതീക്ഷയും അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ടിട്ടുള്ള അതുപോലെ തന്നെ ഭയമില്ലാതിരിക്കുന്ന അവസ്ഥ, നിർഭയത്വവും അതുപോലെയുള്ള കാര്യങ്ങൾ. അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുകയും വേണം, അള്ളാഹുവിന്റെ കാര്യത്തിൽ പ്രതീക്ഷ വെക്കുകയും വേണം. ഇത് ഉള്ളതും ഇല്ലാതിരിക്കുന്നതുമായ അവസ്ഥകൾ, അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഈ ബാബിൽ വരുന്നത്. ഇത് കൊടുക്കുന്ന ആയത്ത് സൂറത്തുൽ അറാഫിലെ 99-ാമത്തെ ആയത്താണ്. അഫഅമിനു മക്റല്ലാഹ് ഫലാ യഅ്മനു മക്റല്ലാഹ് ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അഫഅമിനു മക്റല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഗ്രാമത്തെ പറ്റി പരാമർശിക്കുന്നതിന്റെ ഇടയിലാണ് ഈ ആയത്ത് പറയുന്നത്. സൂറത്തുൽ അറാഫിലെ 98-97 ആയത്തുകളിൽ അല്ലാഹു തആല ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുള്ള
ധാരാളം അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ അവർക്ക് നിർഭയത്വവും ഭക്ഷണവും സൗകര്യങ്ങളും എല്ലാം അള്ളാഹു നൽകിയിട്ടുണ്ട്. എന്നിട്ടും അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകളെ പറ്റി, ആ ഗ്രാമക്കാരെ പറ്റി പറയുന്നിടത്താണ് അള്ളാഹു പറയുന്നത് അഫ അമിനു, അവർ നിർഭയരായിരിക്കുകയാണോ മക്റല്ലാഹ്, അള്ളാഹുവിന്റെ തന്ത്രത്തെ തൊട്ട്. ഇവിടെ അള്ളാഹുവിന്റെ തന്ത്രം എന്നുള്ളതിനെ ഉലമാക്കൾ വിശദീകരിച്ചു. ഇസ്തിദ്റാജാണത്. ഇസ്തിദ്റാജ് എന്ന് പറയും, അഥവാ ഘട്ടം ഘട്ടമായിട്ട് ഒരടിമയെ പിടികൂടുന്ന അവസ്ഥ. ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരു അടിമ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന അവസ്ഥയിലായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാണാം, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന അവസ്ഥയിലേ ആയിരിക്കും, അവനെ ധിക്കരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അള്ളാഹു അവന് ഭൗതികമായ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. അവന് ധാരാളം സമ്പത്ത്, ധാരാളം ആരോഗ്യം, സന്താനങ്ങൾ, അതുപോലെ വാഹനം, അങ്ങനെ എന്താണോ ഭൗതികമായുള്ള സുഖസൗകര്യങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. എന്നാൽ അവൻ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും. അങ്ങനെ ഒരവസ്ഥയിൽ പെട്ടെന്ന് അവനെ പിടികൂടുന്നതിനാണ് ഇസ്തിദ്റാജ് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ മക്റാണത്. നമ്മൾ ഓരോരുത്തരും ഭയപ്പെടേണ്ടതാണ്. ഓരോരുത്തരും നമുക്ക് കിട്ടുന്ന ഭൗതികമായ സുഖസൗകര്യങ്ങളെല്ലാം അതെല്ലാം റാഹത്താണ്, അള്ളാഹു എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് എന്നൊരിക്കലും വിചാരിച്ചു പോകരുത്. ഇഷ്ടപ്പെട്ടുകൊണ്ടാവും, അല്ലാതെയുമാകാം. പക്ഷെ ഇസ്തിദ്റാജിനെ, നമ്മൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്നുണ്ട് എങ്കിൽ, ഭൗതികമായ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ട് അള്ളാഹുവിനെ ധിക്കരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ഭയപ്പെടണം, നമ്മൾ സൂക്ഷിക്കണം. കാരണം എത്രയോ മുൻഗാമികൾ 2 ദിവസം മുമ്പ് അദ്ബുൽ മുഫ്രദിൽ ഒരു ഹദീസ് വായിച്ചത് വളരെയധികം ചിന്തിക്കാൻ കാരണമായി. ചില താബിഈങ്ങൾ ഖബ്ബാബ് റളിയല്ലാഹുവിനെ രോഗസന്ദർശനം നടത്താൻ പോവുകയുണ്ടായി. ഖബ്ബാബ് റളിയല്ലാഹു രോഗിയായി കിടന്ന് 7 തവണയോളം ചെയ്തിട്ട് കരിക്കൽ ചികിത്സ ചെയ്ത് രോഗിയായി കിടക്കുകയാണ്. അങ്ങനെ സന്ദർശിക്കാൻ പോയ സന്ദർഭത്തിൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു വന്ന താബിഈങ്ങളോട് പറയാണ്, ഇന്ന അസ്ഹാബന, നമ്മുടെ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാക്കിയുള്ള ഒപ്പമുണ്ടായ ഖബ്ബാബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഒപ്പമുണ്ടായിരുന്ന സ്വഹാബികൾ ഖദ് സലഫു മവൗ, അവർ മരണപ്പെട്ടു പോയി, അവർ കഴിഞ്ഞുപോയി. അവരുടെ ഒന്നും തന്നെ ദുനിയാവ് കുറച്ചിട്ടില്ല. വലാ തൻഖുസുമുദ്ദുനിയ, ദുനിയാവ് അവരിൽ നിന്ന് ഒന്നും കുറച്ചില്ല. അതായത് പരലോകത്തേക്കുള്ള പ്രതിഫലം ലഭിക്കുന്നതിൽ ദുനിയാവ് അവർ ഒന്നും കുറച്ചിട്ടില്ല. അതായത് ദുനിയാവിൽ തന്നെ അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് കിട്ടിയിട്ട് പരലോകത്തെ പ്രതിഫലം കുറഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. എന്നിട്ട് പറയാണ്, ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? ഇസ്ലാമിക ലോകം വികസിച്ച സമ്പത്ത് കൊണ്ടും എല്ലാം കൊണ്ടും വികസിച്ച കാലത്താണ് പറയുന്നത്. ഖബ്ബാബ് റളിയല്ലാഹു ഒരുപാട് ത്യാഗം സഹിച്ച സ്വഹാബിയാണ്. ഖബ്ബാബ് റളിയല്ലാഹു പറയാണ്, ഇന്ന് നമുക്ക് ഒരുപാട് സമ്പത്ത് ലഭിച്ചിട്ടുണ്ട്, ഒരുപാട് സൗകര്യങ്ങളുണ്ട്. എന്നിട്ട് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും മരണത്തെ ദുആ ചെയ്യുന്നത് വിരോധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ മരണത്തെ ദുആ ചെയ്യുമായിരുന്നു. രോഗം വന്നിട്ടല്ല, ദാരിദ്ര്യം വന്നിട്ടല്ല, ബുദ്ധിമുട്ട് വന്നിട്ടല്ല, സമ്പത്ത് കൂടുതലായി വരികയാണ്, അതുകൊണ്ട് ഞാൻ ചോദിക്കുമായിരുന്നു, തേടുമായിരുന്നു എന്ന് ഇസ്ലാമിന് വേണ്ടി. അതായത് ഖബ്ബാബ് റളിയല്ലാഹുവിന്റെ ചരിത്രം ചിലപ്പോൾ അറിയുന്നുണ്ടാവും. അതായത് അടിമയായിക്കൊണ്ട് ഈ കൊല്ലന്റെ ആലയിൽ പണിയെടുക്കുന്ന ആളാണ്. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ഉടമസ്ഥന്മാർ പുറത്ത് ഇരുമ്പ് പഴുപ്പിച്ച് അതിൽ കിടത്തും. അതുപോലെ തന്നെ കുട്ടികൾ മരത്തിന് വിറകുകളും തീ കത്തുന്നതൊക്കെ പുറത്ത് കുത്തിയിട്ടാണ് കെടുത്താറുള്ളത്. അങ്ങനെ എല്ലിന്റെ ഭാഗങ്ങളൊക്കെ വെളിവായി കണ്ടുകൊണ്ടിരുന്ന ആളായിരുന്നു ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. ആ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ആണ് ഈ വാക്ക് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി. അപ്പോ ഭൗതികമായിട്ടുള്ള സുഖസൗകര്യങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കുക, അള്ളാഹു നമ്മൾ അനുസരിക്കുന്നില്ല, അള്ളാഹു നന്ദി കാണിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഭയപ്പെടണം. അത് അള്ളാഹുവിന്റെ മക്റായിരിക്കാം, ഇസ്തിദ്റാജ് ആയിരിക്കാം. ഘട്ടം ഘട്ടമായി ദുനിയാവ് നൽകിയിട്ട് ഒറ്റയടിക്ക് നമ്മളെ പിടികൂടുന്ന, നമ്മളെ നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഈ ദുനിയാവ് ലഭിച്ചതെല്ലാം പരലോകത്ത് ശിക്ഷ വർദ്ധിക്കാനുള്ള കാരണമായി മാറുന്ന ഒരവസ്ഥയിലായിരിക്കാം. നമ്മൾ അള്ളാഹുവിനെ നന്ദി കാണിച്ചിട്ടില്ല എങ്കിൽ, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനെ നന്ദി കാണിക്കുന്ന ഒരാൾക്ക്, സ്വാലിഹായ ഒരാൾക്ക് അയാളുടെ സമ്പത്ത് ഖൈറാണ്, സ്വാലിഹായ ഒരാളാണ്, അവന് സമ്പത്ത് ലഭിക്കുന്നത് ഖൈറായിട്ടുള്ള കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിഅമൽ മാലു സ്വാലിഹ് ലിൽ മർഇ സ്വാലിഹ്, അങ്ങനെ ഹദീസിന്റെ ലഫ്ള്. സ്വാലിഹായ ഒരു വ്യക്തിക്ക് അവന്റെ സമ്പത്ത്, സ്വാലിഹായ ഹലാലായിട്ടുള്ള സമ്പത്ത് നല്ല കാര്യമാണ്. പക്ഷേ അത് ചെയ്യുന്നില്ല, നമ്മൾ പാപങ്ങളാണ് ചെയ്യുന്നത് എങ്കിൽ ഇസ്തിദ്റാജിനെ ഭയപ്പെടണം. അള്ളാഹു ചോദിക്കുകയാണ്, അങ്ങനെ ഒരു ഗ്രാമക്കാരുണ്ടായിരുന്നു, അവരെ പറ്റി പറഞ്ഞിട്ട് ചോദിക്കുകയാണ്, അഫ അമിനൂ മക്റല്ലാഹ്, അവർ അള്ളാഹുവിന്റെ തന്ത്രത്തെ കുറിച്ച്, അള്ളാഹു ഇങ്ങനെ പെട്ടെന്ന് പിടികൂടുന്നതിനെ കുറിച്ച് അവർ നിർഭയരായിരിക്കുകയാണോ? എന്നിട്ട് പറയാണ്, ഫലാ യഅ്മനു മക്റല്ലാഹ്, അള്ളാഹുവിന്റെ ഈ തരത്തിലുള്ള ഈ ഇസ്തിദ്റാജിനെ കുറിച്ച്, അള്ളാഹു ഇങ്ങനെ ഘട്ടം ഘട്ടമായി പിടിക്കുന്നതിനെ കുറിച്ച്, അതിനെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ
ജീവിക്കുകയാണെങ്കിൽ, അതിൽ നിർഭയരായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അതാരാണ്? ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, നഷ്ടം പറ്റിയ ആളുകൾ മാത്രമേ അങ്ങനെ ജീവിക്കുകയുള്ളൂ. ഒരു ചിന്തയില്ല, എനിക്ക് എല്ലാം കിട്ടുന്നുണ്ടല്ലോ, ഞാൻ ധിക്കരിച്ചിട്ടാണ് ആൾ ജീവിക്കുന്നത്, ഞാൻ തൗബ ചെയ്യണമല്ലോ, ഞാൻ മാറണമല്ലോ, ഞാൻ നന്നാകണമല്ലോ, അള്ളാഹുവിനെ അനുസരിക്കണമല്ലോ എന്നൊരു ചിന്തയുമില്ലാതെ ലഭിക്കുന്ന സുഖസൗകര്യങ്ങളെല്ലാം ആസ്വദിച്ച് മുഴുകിക്കൊണ്ട് ജീവിക്കുന്നവർ അവർ നഷ്ടക്കാരാണ് എന്ന് അല്ലാഹു തആല പറയാണ്. അപ്പോ അള്ളാഹുവിനെ കുറിച്ച് ഭയമില്ലാതെ, അതിനെക്കുറിച്ചൊരു ചിന്തയുമില്ലാതെ ജീവിക്കുക എന്നുള്ളത് തൗഹീദുള്ള ഒരാൾക്ക് ചോദിച്ചതല്ല. തൗഹീദുണ്ടോ അവൻ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചും ഇങ്ങനെയുള്ള ഓരോ കാര്യത്തെക്കുറിച്ചും ഭയമുള്ള ഒരാളായിരിക്കും. വഖൗലിഹി, മറ്റൊരായത്ത് സൂറത്തുൽ ഹിജ്റിലെ 56-ാമത്തെ ആയത്താണ്. വമൻ യഖ്നതു മിർ റഹ്മതി റബ്ബിഹി ഇല്ലാ ദ്ദാല്ലൂൻ. നേരത്തെ പറഞ്ഞതിന് നേരെ എതിരായിട്ടുള്ളൊരു കാര്യം. നേരത്തെ പറഞ്ഞ എന്താ? അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് നിർഭയരായിരിക്കുന്ന അവസ്ഥ. ഇവിടെ പറയുകയാണ് വമൻ യഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് ആരാണ് നിരാശപ്പെടുക? ഇല്ലാ ദ്ദാല്ലൂൻ, വഴികേടിലായവരല്ലാതെ, നേരായ വഴിയിൽ നിന്ന് തെറ്റിപ്പോയ വഴികേടിലായവരല്ലാതെ ആരാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശപ്പെടുന്ന അവസ്ഥയിലുണ്ടാവുക? അതും ഒരു മുഅ്മിനുണ്ടാവില്ല. തൗഹീദുള്ള ഒരു മുവഹ്ഹിദിന്, അത് സാക്ഷാത്കരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അവന്റെ പാപങ്ങൾ ആകാശഭൂമികൾ നിറഞ്ഞതാണെങ്കിലും, ആകാശഭൂമികൾ എല്ലാം മുഴുവൻ നിറയുന്ന അത്ര പാപങ്ങൾ അവൻ ചെയ്താലും തന്റെ റബ്ബ് പൊറുക്കുമോ, തന്റെ റബ്ബിന്റെ കാരുണ്യം എനിക്ക് കിട്ടുമോ എന്നുള്ള രീതിയിൽ ഒരു നിരാശപ്പെടുന്ന, അതെനിക്ക് ലഭിക്കില്ല, എനിക്കിനി ഒരു നന്മയും ലഭിക്കില്ല, അള്ളാഹു എനിക്ക് പൊറുത്തു തരില്ല എന്നൊരവസ്ഥ ഒരു മുവഹ്ഹിദിന് ഉണ്ടാകില്ല. ഇതൊരാളുടെ ജീവിതത്തിൽ തൗഹീദിനെയും ശിർക്കിനെയും വേർതിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ വിശദീകരണത്തിൽ ഇമാം ശഅബി റഹിമഹുല്ലാഹ് നല്ല വാക്കുകൾ ഇതിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാല്, അള്ളാഹുവിന്റെ തന്ത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് ഒരു മുവഹ്ഹിദ് നിർഭയനാവുകയുമില്ല, അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അവൻ നിരാശപ്പെടുന്ന അവസ്ഥയുണ്ടാവില്ല. അവൻ എപ്പോഴും ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും നടുവിലായിരിക്കും എല്ലാ ഘട്ടത്തിലും. അത് കൂടുതൽ ശർഹിൽ നമുക്ക് വായിക്കാം. وعن ابن عباس رضي الله عنهما أن رسول الله صلى الله عليه وسلم سئل عن الكبائر. ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചോദിക്കപ്പെട്ടു, കബായിറുകൾ എന്താണ്, അഥവാ വൻപാപങ്ങൾ എന്താണ് എന്ന് അയാൾക്ക് ചോദിക്കപ്പെട്ടു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശിർക്കു ബില്ലാഹ്. ഒന്നാമത്തേത് പറഞ്ഞു അള്ളാഹുവിന് ശിർക്ക് ചെയ്യലാണ്. അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശങ്ങൾ അള്ളാഹു അല്ലാതെ മറ്റൊരാൾക്ക് വകവെച്ചു കൊടുക്കലാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശങ്ങളുടെ സ്ഥാനത്ത് ഒരു സമനെ സ്ഥാപിക്കലാണ്. വൽയഅ്സു മിൻ റൗഹില്ലാഹ്. രണ്ടാമത്തേത് പറഞ്ഞു അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം, അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസം, അതിനെ തൊട്ട് നിരാശപ്പെടുക എന്നുള്ളതാണ്, യഅ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇവിടെ നേരത്തെ ഖുനൂതു എന്ന് പറഞ്ഞു, ഇവിടെ യഅ്സ് പറഞ്ഞു. യഅ്സും ഖനൂത്തും രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസം പറഞ്ഞത് പണ്ഡിതന്മാർ കാണാം. കാരണം അള്ളാഹുവിൽ ഒരാൾ ഖനൂത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഒന്നുകൂടി വിശാലമാണ്. യഅ്സിനേക്കാൾ ആഴത്തിലുള്ള, യഅ്സ് എന്ന് പറഞ്ഞാൽ ഒരു നിരാശ, ഒരു വിഷമം അത്രയേ ഉള്ളൂ. എങ്കിൽ അതിനേക്കാൾ വലിയ രീതിയിൽ തകർന്നു പോകുന്ന യഅ്സ് എന്ന് പറഞ്ഞാൽ അവൻ വെറുക്കുന്ന ഒരു കാര്യം അവനുണ്ടാകും എന്ന നിലക്കാണ് അവൻ നിരാശപ്പെടുന്നത്. എങ്കിൽ ഖനൂത്ത് എന്ന് പറയുന്നത് അതിനേക്കാൾ വലുതാണ്. അവൻ വെറുക്കുന്ന കാര്യം ഉണ്ടാവുകയും അവന് ലഭിക്കുന്ന നേട്ടം ഇല്ലാതാവുകയും ചെയ്യുന്ന അങ്ങേയറ്റത്തെ നിരാശയാണ് അതിന്റെ അർത്ഥം. അപ്പോ ഇവിടെ പറയുകയാണ്, രണ്ടാമത് പറഞ്ഞു അള്ളാഹുവിന്റെ ആശ്വാസം, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ആശ്വാസം അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യത്തിൽ ഒരാൾ നിരാശപ്പെടൽ അത് വൻപാപമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയിട്ടുണ്ട്. വൽ അംനു മിൻ മക്രില്ലാഹ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ തന്ത്രത്തെ തൊട്ട് നിർഭയനായിരിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട്, അള്ളാഹുവിന്റെ ഇസ്തിദ്രാജിനെ തൊട്ട് നിർഭയനായി പോവുക എന്നുള്ളത് അടുത്ത കാര്യം. അപ്പോ ഇത് ചെറിയ കാര്യമല്ല, ഈമാനിനെ വേർതിരിക്കുന്ന കാര്യമാണ് ഈ ഖൗഫും റജാവും എന്നുള്ളത്. വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അക്ബറുൽ കബായിർ, പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് അൽ ഇശ്റാഖു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. വൽ അംനു മിൻ മക്രില്ലാഹ്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് തന്ത്രത്തെ തൊട്ട് നിർഭയനാവുക എന്നുള്ളത്. എനിക്കൊന്നും പറ്റൂല,
അള്ളാഹു ഇന്നിങ്ങനെ എനിക്കെല്ലാം നൽകും, ഞാൻ നല്ല സുരക്ഷിതനാണ്, എനിക്കൊക്കെ ദുനിയാവ് കിട്ടുന്നുണ്ടല്ലോ, അവിടെ അള്ളാഹിനെ അനുസരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ ഒന്നും പേടിക്കാതെ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടേ ജീവിക്കുന്ന അവസ്ഥ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ചിലപ്പോൾ ആരും കാണാതെ പാപങ്ങൾ ചെയ്യുന്നുണ്ടാവുക, ഒരാളും അറിയുന്നുണ്ടാവില്ല. ആളുകളുടെ മുമ്പിൽ നമ്മൾ മാന്യനായിരിക്കും, നമ്മുടെ വേഷം കൊണ്ടും നമ്മുടെ രൂപം കൊണ്ടും അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ മാന്യനായിരിക്കും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ വരുന്ന നമ്മൾ ഒറ്റയ്ക്കുള്ളപ്പോൾ ഏതവസ്ഥയിലായിരുന്നോ അതിലാണ് വരിക. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള യഥാർത്ഥത്തിലുള്ള നമ്മുടെ മുഖം. നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ എല്ലാം കിട്ടുക, നമുക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്നുണ്ട്, മുന്തിയ വസ്ത്രം കിട്ടുന്നുണ്ട്, നല്ല വാഹനമുണ്ട്, നല്ല വീടുണ്ട്, നല്ല ആരോഗ്യമുള്ള മക്കളുണ്ട്, നല്ല സൗന്ദര്യമുള്ള ഇണകളുണ്ട്, ഇതൊക്കെ കിട്ടുക. എന്നിട്ട് നമ്മൾ അള്ളാഹിനെ ധിക്കരിച്ചുകൊണ്ട് രഹസ്യ ജീവിതത്തിൽ പോയി കഴിഞ്ഞാൽ, പരസ്യമായി പോയാൽ വേറെ കാര്യം, രഹസ്യമായി പോവുകയാണെങ്കിലോ അള്ളാഹുവിന്റെ തന്ത്രത്തെക്കുറിച്ച് നിർഭയനാവുകയാണോ? ആർക്കാണ് അതിന് സാധിക്കുക? ഒരാൾക്കും കഴിയില്ല. ഈമാനുള്ള തൗഹീദ് പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആ നിർഭയത്വമില്ലാതെ അതിലൊരു ഭയമില്ലാതെ നിർഭയനായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. അടുത്ത് പറഞ്ഞു വൽ ഖനൂത് മിൻ റഹ്മത്തില്ലാ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട്, ഒന്നാമത് അള്ളാഹുവിന്റെ തന്ത്രത്തെക്കുറിച്ച് നിർഭയനാവുക എന്നുള്ളത്, രണ്ട് അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശനാവുക. കിട്ടൂല, അള്ളാഹുവിന്റെ കാരുണ്യം എനിക്ക് ഉണ്ടാവില്ല എന്ന നിലക്ക് ഒരു തരി പോലും പ്രതീക്ഷയില്ലാതെ അങ്ങേയറ്റം വിഷമത്തിലും തകർന്നു പോകുന്ന അവസ്ഥ, അതാണ് ഖനൂത്. വൽയഅ്സു മിൻ റൗഹില്ലാ, അതിനേക്കാൾ ചെറിയ രീതിയിൽ ഒന്നും എനിക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കില്ല എന്നുള്ള നിലയ്ക്ക് അള്ളാഹുവിന്റെ പാപമൊന്നും പൊറുക്കില്ല, അങ്ങനെ ചെറിയ രീതിയിലെങ്കിലും നിരാശ ഉണ്ടാവുക. അതും ഈ കാര്യങ്ങൾ വൻപാപങ്ങളുടെ കൂട്ടത്തിൽ എണ്ണി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കി ഈ ഖൗഫും റജായിനും ഭയത്തിനും പ്രതീക്ഷയ്ക്കും എത്രത്തോളം സ്ഥാനം നമ്മുടെ ഈമാനിലുണ്ട്, നമ്മുടെ തൗഹീദിലുണ്ട് എന്നുള്ളത്. അത് പൂർത്തീകരിക്കാൻ, അഥവാ ഈ തൗഹീദ് പൂർത്തീകരിക്കണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട കാര്യമാണ് ഈ ഭയവും പ്രതീക്ഷയും എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഷർഹ് അടുത്ത ദർസിൽ വായിക്കാം. അത് കുറച്ച് വിശദമായി പറയേണ്ട കാര്യങ്ങളും ഇമാം സഅദി റഹിമഹുല്ലാഹ് ഓരോ ഇനങ്ങളായിട്ട് നല്ല വാക്കിലൂടെ ഈ ഒരു കാര്യത്തെ, അഥവാ ഭയവും പ്രതീക്ഷയും ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ മുവഹ്ഹിദിന് എപ്പോഴെല്ലാം എങ്ങനെയാണ് ഉണ്ടാകേണ്ടത് എന്ന് പറയുന്നത് തുടർച്ചയായി എടുക്കുന്നതായിരിക്കും. അത് മനസ്സിലാകാൻ ഒന്നുകൂടി നല്ലത്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.